ആ വീടിന്റെ ജനലടച്ചിട്ടില്ല. നല്ല ശക്തമായ കാറ്റുണ്ട്. നീ ചെന്ന് ജനലടക്കിന്ന് പറയുമ്പോൾ അനിയൻ ചെറുക്കൻ മെല്ലെ ചെന്ന് ജനലടയ്ക്കും. എന്നിട്ട് തിരിഞ്ഞ് വാതിൽക്കൽ നോക്കുമ്പോണ്ട് ഉസ്താദിനെ അവിടെ കാണുന്നില്ല. ആരാണെങ്കിലും തരിച്ച് വിറച്ചു പോവില്ലേ? അപ്പോഴായിരിക്കും ഒളിച്ചേ കണ്ടേന്ന് പറഞ്ഞ് ഉസ്താദ് പുറത്തേക്ക് വരുന്നു. ഞാൻ വളരെ മാന്യമായിട്ടാണ് ഇത്രയും നേരം പെരുമാറിയത്. നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്. ഇമാതിരി നേരത്ത് നിങ്ങൾ ഈ ഊള കളിപ്പീരെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഒരു മര്യാദ ഉണ്ടാവില്ല. ഞാൻ ഉറപ്പായിടിക്കും. മരിച്ച വീട്ടിലാണ് അയാളുടെ കളിപ്പീര്. ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് ചെറുക്കൻ ഉസ്താദിനോടൊപ്പം അടുത്ത മുറിയിലും കൂടെ ചെന്ന് പരിശോധിക്കുന്നു. അവിടെ ഗർഭിണിയായ ഒരു സ്ത്രീയാണ് മരിച്ചത്. മറ്റാരും വീട്ടിലില്ല. ആ റൂമിന് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞവർ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇനി പരിശോധിക്കാനുള്ളത് 13ാം നിലയിലെ ഒരു വീടിനകമാണ്. അത്രയും ദൂരം പടി കയറി പോകാൻ ഉസ്താദിന് ശരീരത്ത് ബലമില്ല. പുള്ളിക്കാരൻ ക്ഷീണിതനാണ്. നട്ടെല്ലിന് രോഗമുണ്ട്. അതുകൊണ്ട് ഉസ്താദ് പറയും, മോനൊരു കാര്യം ചെയ്യ്, ഞാൻ തീപ്പെട്ടി തരാം. മോൻ ചെന്ന് 13ാം നിലയിലെ ആ ജോഡികളുടെ മുറി ഒന്ന് പരിശോധിക്കും. ഞാൻ ഇവിടത്തെ മുറികൾ പരിശോധിച്ചോളാം. അത് കേട്ട അനിയൻ ചെറുക്കൻ ഉസ്താദൻ തന്നെ ഒഴിവാക്കി കളയുന്നു. ഞാൻ വേണമെങ്കിൽ ഉസ്താദിന് മസാജ് ചെയ്തു തരാം. എന്നെ ഒറ്റയ്ക്ക് വിടല്ലേ, എനിക്ക് പോകാൻ പേടിയാന്ന് പറയും. അപ്പൊ ഉസ്താദ്, നീ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. മരിച്ച ആൾക്കാർ മരിച്ചു. പ്രേതം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഉള്ളത് ദൈവമാണ്. ദൈവത്തെയാണ് പേടിക്കേണ്ടത്. തെറ്റ് ചെയ്യുന്നവർ മാത്രം ദൈവത്തെ പേടിച്ചാൽ മതി. എന്റെ മോൻ പോയിക്കോന്നും പറഞ്ഞ് തീപ്പെട്ടി കൊടുത്തു വിടും. ഈ നേരത്ത് ചെറിയ അനിയനല്ലേ, അവര് 3 പേരാണ് കൂട്ടുകാർ. അതിലെ ഒരു കൂട്ടുകാരൻ അപ്പാർട്ട്മെന്റിലല്ല താമസിക്കുന്ന, അടുത്തുള്ള വീട്ടില. അവന് തിരിച്ചു പോകണം. സോ അവനെ കൊണ്ടുപോയി വിടാൻ വേണ്ടി ഇവര് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മൊത്തം വെള്ളക്കെട്ടായിരിക്കും താഴെ. അവിടെ തന്നെ ഇലക്ട്രിക് വയർ ഷോർട്ടായിട്ടും കിടപ്പുണ്ട്. സോ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ ഷോക്ക് അടിക്കും. അതുകൊണ്ട് നീ ഇന്ന് പോണ്ട, നാളെ പോയാൽ മതി, വാ നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞ് പിള്ളേര് തിരിഞ്ഞടക്കും. അപ്പോഴായിരിക്കും 2ാമത്തെ ഫ്ലോറിലും താമസക്കാരും ഇല്ല എന്നുള്ളത് ഇവർ ശ്രദ്ധിക്കുന്നു. അവിടുത്തെ താമസക്കാരും ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇവരെല്ലാ മുറിയിലും കയറി പരിശോധിക്കുന്നുണ്ട്. ആരെങ്കിലും ഇവിടെ താമസമുണ്ടോ, ആരെങ്കിലും ഇവിടെ താമസമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. വെകിളി പിള്ളേരാ, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ടൈം പാസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ വീടുകളും പരിശോധിച്ച് നോക്കുന്നത്. അപ്പൊ ഈ കെട്ടിടത്തിന്റെ ചീഫിന്റെ മുറി, അയാളുടെ ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിനകത്തും ഇവർ കയറി പരിശോധിക്കും. ഒരുപാട് ഫോട്ടോകൾ കാണാം. ഈ അപ്പാർട്ട്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് മുതലുള്ള ഒരുപാട് ഫോട്ടോകൾ കാണാം. അതിലെ പഴയ ഫോട്ടോഗ്രാഫ്സിൽ ഇത് പണ്ടൊരു സെമിത്തേരി ആയിരുന്നു എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. പിന്നീട് ഒരു വീടും വന്നിട്ടുണ്ട്. അതേ ഫ്ലാറ്റിനകത്ത് ഒരു പഴയ ക്യാമറ കൂടെ ഇരിക്കുന്നതായിട്ട് ഇവർ കാണും. പിന്നെ ഈ ഫോട്ടോഗ്രാഫുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ ഫോട്ടോയും എടുത്തിട്ടുള്ളത് 17ാം തീയതി ഏപ്രിലാണെന്ന് അതിൽ കാണിക്കുന്നുണ്ട്. വർഷങ്ങളിൽ മാത്രം മാറ്റം. ഓരോ ഫോട്ടോഗ്രാഫ്സിനും ഇടയിലുള്ള വർഷവ്യത്യാസം 29 വർഷങ്ങളാണ്. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് 29 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ഫോട്ടോ എടുത്തിരിക്കുന്നത്. അവസാനം എടുത്ത ഫോട്ടോ 29 വർഷങ്ങൾക്ക് മുന്നേ എടുത്താണ്. നാളെയാണ് 17th ഏപ്രിൽ വരുന്നത്. ഇത് കേട്ട അനുജൻ പറയും, നാളെയല്ല, ഇന്ന് രാത്രി 12 മണിക്ക് തന്നെ 17th ഏപ്രിൽ ആകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്തോ സംഭവിക്കാനുണ്ട്. എന്താണെന്നറിയില്ല. ഇത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കെട്ടിടത്തിന് 14 നിലയുള്ളതായിട്ട് ഇവർ കാണും. എന്നാൽ 13ാം നില വരെ മാത്രമേ സ്റ്റെയർ കേസും ലിഫ്റ്റും ഉള്ളൂ. അതിന് മുകളിലെ നിലയിൽ എന്താണുള്ളത്? അങ്ങോട്ട് പോകാനുള്ള വഴി എവിടെയാണ്? നമുക്കെന്തായാലും അത് പരിശോധിക്കാമെന്നും പറഞ്ഞ് ഈ പിള്ളേര് കെട്ടിടത്തിന്റെ മുകളിലേക്ക് വരുന്നു. ആ നേരത്ത് നമ്മുടെ മൂത്ത അനുജൻ തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട് 13ാം നിലയിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ബോഡികൾ പരിശോധിക്കാൻ വേണ്ടി. അവിടെ ഒരു വീട്ടിൽ 2 പേര് മരണപ്പെട്ട് കിടക്കുന്നു. ആ വീടിന്റെ അവസ്ഥയാണ് മൂത്ത അനുജച്ചാര് പരിശോധിക്കേണ്ടത്. അവൻ വീടിനകത്ത് കയറി നോക്കുമ്പോൾ ജനാല തുറന്നു കിടപ്പുണ്ട്. മെല്ലെ ചെന്ന് ജനാല അടയ്ക്കാൻ നോക്കും. കത്തിച്ച തീപ്പെട്ടിക്കൊള്ളിയാണെങ്കിൽ ഇടയ്ക്കിടെ അണഞ്ഞു പോകുന്നു. ആ നേരം ഈ ഡെഡ് ബോഡികൾ വെള്ള കണ്ണും പഞ്ഞി മൂക്കുമായിട്ട് ഇവനെ തന്നെ നോക്കുന്നത് കാണാം. അവനെന്തായാലും അത് കാണുന്നില്ല. എങ്ങനെയൊക്കെയോ ജനാല അടച്ച് തിരിഞ്ഞടക്കുമ്പോഴാണ് ഈ ഡെഡ് ബോഡിയിലേക്ക് മോളിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്ത് വീഴുന്ന കാണാം. ആ ഡെഡ് ബോഡി എടുത്ത് മാറ്റി കിടത്താൻ വേണ്ടി ഇവൻ തീപ്പെട്ടി ഉരയ്ക്കുന്നുണ്ട്. അപ്പൊ 2 ശവങ്ങളും ഇവനെ തന്നെ നോക്കുന്നത് കണ്ടിട്ട് പേടിച്ചരണ്ട ചെറുക്കൻ വീണ്ടും തീപ്പെട്ടി കത്തിക്കുമ്പോൾ അത് പഴയ അവസ്ഥയിൽ തന്നെ കിടക്കുന്നു. തനിക്ക് തോന്നിയതാവെന്ന് വിചാരിച്ചിട്ട് ഇവനെടുത്ത് മെല്ലെ അത് മാറ്റി കിടത്തിയിട്ട് ജീവനം കൊണ്ട് പുറത്തേക്ക് ചാടി വീഴാണ്. അപ്പോഴാണ് അവന് ശ്വാസം നേരെ വീഴുന്നത്. ഈ നേരത്ത് അതേ ഫ്ലോറിൽ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആ റൗഡി ചെറുക്കനില്ലേ, അവൻ അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താടാ ഇവിടെ എന്ന് ചോദിച്ചിട്ട് അനിയൻ ചെറുക്കൻ പറയും, ഞാനിവിടെ ഡെഡ് ബോഡി പരിശോധിക്കാൻ വന്നാ, എന്റെ ജോലി കഴിഞ്ഞു, ഞാൻ പോവാണെന്നും പറഞ്ഞ് അവൻ ഇറങ്ങാൻ നിൽക്കുക. അപ്പൊ റൗഡി ചെറുക്കൻ, എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്, നീ എന്നെ വിട്ടുപോലെ, ഞാനിപ്പോ ഒറ്റയ്ക്കാം, ഒന്ന് വീട്ടിലേക്ക് വാ, പറഞ്ഞുതരാമെന്നും പറഞ്ഞ് അനിയനെ വിളിച്ചോണ്ട് പോകും. അവൻ പോയി ഇവന്റെ വീട്ടിൽ നോക്കുമ്പോൾ ഈ റൗഡി ചെക്കൻ അവന്റെ വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്ക് ഒരു ഇഷ്ടിക പൊളിച്ച് ഓട്ട ഉണ്ടാക്കിയിരിക്കുക. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കറിയാൻ പാടില്ല, ഈ ഹോള് തന്നെ ഉണ്ടായതാന്ന് തോന്നണേ, എന്റെ ഒരു ഫോർക്ക് അങ്ങോട്ട് വീണു, ആ ഫോർക്ക് അങ്ങോട്ട് വീണത് അമ്മ അറിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവും, നീ അതൊന്ന് എടുത്തു തരാവോ, ഞാൻ എങ്ങനെയെങ്കിലും ഈ ഹോൾ അടച്ചോളാം. ഇത് കേട്ട് അനിയൻ ചോദിക്കും, സത്യം പറ, നീയല്ലേ അത് കുത്തി തുറന്ന്, നിനക്ക് വല്ല കത്തിയോ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ചൂടായിരുന്നു, ഫോർക്ക് വെച്ചാണോടാ ഭിത്തി കുത്തുന്നു? അതിന് ആ റൗഡി ചെറുക്കൻ പറയും, പറ്റിപ്പോയി, ഞാൻ തന്നെ ചെയ്തതാ. അപ്പുറത്തെ വീട് ഒരുപാട് കാലമായിട്ട് അടച്ചു കിടക്കാണല്ലോ, അവിടെ എന്താ ഉള്ളതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് കുത്തി തുറന്ന് നോക്കിയതാ. ഇപ്പൊ ഫോർക്ക് അങ്ങോട്ട് വീണു, ഈ ഹോളിൽ കൂടെ എനിക്ക് അങ്ങോട്ട് കടക്കാനും പറ്റില്ല, നീ എങ്ങനെയെങ്കിലും അകത്ത് കയറി അതെടുത്തതാ, അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോൾ അടയ്ക്കാം, ഒന്ന് സഹായിക്കുന്നും പറഞ്ഞ് അനിയൻ ചെറുക്കൻ ആ ഹോളിൽ കൂടെ
അടുത്ത ഫ്ലാറ്റിലേക്ക് കടത്തിവിടും. അവൻ അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഫോർക്കുണ്ട്. മിണ്ടാതെ അതും എടുത്തിട്ട് തിരിച്ചു പോകാമെന്നും പറഞ്ഞ് ഫോർക്ക് കൊടുത്ത് ഹോളിൽ കൂടെ കയറാൻ നോക്കുമ്പോഴാണ് അവിടുത്തെ ടേബിൾ അറിയാതെ കാലുകൊണ്ട് തട്ടി വീഴുന്ന. ഈ ടേബിളിനകത്ത് വലിയൊരു ആൽബവും കുറേയധികം ഫോട്ടോഗ്രാഫുകളും അനിയൻ കാണാനിടയുണ്ടാവുന്നു. അതിൽ പ്രത്യേകമായി ഒരു സ്ത്രീയുടെ പടം. അതെന്താണെന്ന് മനസ്സിലായില്ല. പേടിപ്പിക്കുന്ന പോലുണ്ട്. എന്തായാലും ഇതെടുത്തു വെച്ചേക്കാന്നും പറഞ്ഞ് അവനത് എടുത്തു വെച്ചിട്ട് അടുത്ത മുറിയിലേക്ക് പോകുന്നു. ഇപ്പം ആ സ്ത്രീയുടെ പടം അവിടെ മറ്റൊരു ടേബിൾ ഉള്ളതായിട്ടും കൂടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇതേ സ്ത്രീയുടെ പടമായിരുന്നു നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. അത് കഴിഞ്ഞ് വലിയ അനുജൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഈ സമയത്ത് നമ്മുടെ മോഡേൺ പെൺകുട്ടിയില്ലേ, അവൾക്ക് വീടിനകത്ത് മറ്റാരുടെയോ സാന്നിധ്യം ഫീൽ ചെയ്യും. ഇവള് പേടിച്ച് പുറത്തേക്ക് എങ്ങാനും പോയാലോ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഉസ്താദ് അങ്ങോട്ട് വരിക. ഉസ്താദിനോട് അവള്, എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പേടിയാവുന്ന ഉസ്താദ്, ഇവിടെ മറ്റാരുടെയോ സാന്നിധ്യം ഉള്ളതുപോലെ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഉസ്താദ് പറയും, നീ അങ്ങനെ ഭൂതപ്രേതങ്ങളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമില്ല ഈ ഭൂമി, പേടിക്കേണ്ടത് ദൈവത്തെ മാത്രമാണ്. നീ മുസ്ലിം അല്ലേ, പ്രാർത്ഥന ചൊല്ലാൻ നിനക്കറിയാലോ, ഒരുപാട് നാളായിട്ട് നീ പ്രാർത്ഥിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുന്നത്. സോ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ ഈ പേടി സ്വപ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഉസ്താദ് ഇറങ്ങിപ്പോവും. അത് കഴിയുമ്പോൾ നമ്മുടെ പെണ്ണ് മക്കനെയൊക്കെ ധരിച്ച് പ്രാർത്ഥിക്കാനിരിക്കുന്നു. ഓരോ തവണ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോഴും ഇവൾക്ക് നരകത്തിലുള്ളതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. പേടി കൂടാതെ വീണ്ടും വീണ്ടും അവൾ പ്രാർത്ഥിക്കാൻ കുനിഞ്ഞെഴുന്നേൽക്കുന്നു. അപ്പോഴാണ് 3 ജഡരൂപങ്ങൾ തനിക്ക് ചുറ്റും നിൽക്കുന്ന അവൾ കാണുന്നത്. പേടിച്ച് പെണ്ണ് പ്രാർത്ഥനയും ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് ഇറങ്ങി ഓടിപ്പോവുക. അപ്പോഴായിരിക്കും മൂത്ത അനുജനും ആ റൗഡി കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നു. ഇതേ സമയത്ത് കുഞ്ഞനുജന്റെ കൂട്ടുകാരനില്ലേ, അച്ഛൻ മരിച്ച കൂട്ടുകാരൻ, അവരെ വീടിന് വെളിയിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ആ കൂട്ടുകാരന്റെ അനുജത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോയി നോക്കുന്നു. വീട്ടിൽ മരിച്ച അച്ഛന്റെ ജഡവും അമ്മയും മാത്രമേ ഉണ്ടാവൂ. ഈ പെൺകുട്ടി പുറത്തിറങ്ങി നോക്കുമ്പോണ്ട് ഒരു രൂപം ദൂരെ നിന്ന് ഇവൾ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് കാണാം. പെട്ടെന്നാണ് മിന്നലടിക്കുന്നത്. ആ മിന്നൽ വെളിച്ചത്തിൽ മരിച്ചുപോയ തന്റെ കൂട്ടുകാരികളുടെ ജഡമാണ് എഴുന്നേറ്റ് വരുന്നതെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായി. അവൾ പേടിച്ച് വീട്ടിലേക്ക് ഓടി വന്ന് വീടിന്റെ കതക് തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ തുറക്കുന്നില്ല. അമ്മേ അമ്മേ എന്ന് ഇവൾ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് ഡോറ് വലിച്ചു തുറക്കാൻ ശ്രമിക്കുക. ആ നേരത്തായിരിക്കും മോളുടെ പേരും വിളിച്ച്, വീണ വീണ എന്നുള്ള പേരും വിളിച്ച് അമ്മ വീടിന് വെളിയിൽ വരാന്തയിലൂടെ നടന്നു പോകുന്നത് മോള് കാണുന്നു. ഇവൾ അമ്മ പുറത്തു പോയിന്ന് വിചാരിച്ച് അമ്മയുടെ പുറകെ ചെല്ല, അമ്മയെന്ന് വിളിച്ചിട്ട് വരാന്തയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മയെ കാണുന്നില്ല. അപ്പോഴായിരിക്കും ലിഫ്റ്റിന്റെ ഡോറ് തനിയെ തുറന്നു വരുന്നത്. ഇവൾ അമ്മ ലിഫ്റ്റിനകത്ത് കയറിയോ എന്നറിയാൻ വേണ്ടി പെൺകുട്ടി ലിഫ്റ്റിനകത്ത് കയറിയിട്ട് അമ്മയെ എന്ന് വിളിക്കും. പെട്ടെന്ന് തന്നെ ലിഫ്റ്റിന്റെ ഡോർ തനിയെ അടയുന്നു. കയ്യിൽ തീപ്പെട്ടി ഉള്ളതുകൊണ്ട് ഇവൾ ആ തീപ്പെട്ടി ഉരച്ച് ചുറ്റും നോക്കുമ്പോൾ അവളെ മരിച്ച കൂട്ടുകാരികളുടെ ജഡം തനിക്ക് ചുറ്റും നിൽക്കുന്നതായിട്ട് കാണാം. പെണ്ണ് പേടിച്ച് കരഞ്ഞ് നിലവിളിക്കുക. അതേ സമയത്ത് ലിഫ്റ്റില്ലാതെ വായുവിലായിരുന്നു അവൾ നിന്നുകൊണ്ടിരുന്നത്. ഉടനെ അവൾ നിലത്തേക്ക് പതിക്കും. അങ്ങനെ ആ പെൺകുട്ടിയുടെ കഥയും കഴിഞ്ഞു. ഈ നേരം ഹീറോയിൻ ആ വിഷ്ണുപ്പയ്യനെയും വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അച്ഛൻ നല്ല ഉറക്കത്തിലായിരിക്കും. ഇവൾ പതിയെ ചെന്ന് അച്ഛൻ ഒളിച്ചു വെച്ചിരുന്ന പെട്ടിയെടുത്ത് പുറത്തേക്ക് വരുന്നു. ഇതേ നേരത്തായിരിക്കും നമ്മുടെ മൂത്ത ജ്യേഷ്ഠനും ആ കൂട്ടുകാരിയും കൂട്ടുകാരനും ഒക്കെ ഇവരടുത്തേക്ക് വരുന്നത്. അവർക്കും ഇവരോട് എന്തൊക്കെയോ പറയാനുണ്ട്, ചേച്ചിക്കും അവരോട് എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ആ റൗഡി കൂട്ടുകാരന്റെ ഫ്ളാറ്റിലേക്ക് പോകും. ഈ സമയത്ത് ചെറിയ അനിയനും കൂട്ടുകാരും ആ 14ാമത്തെ ഫ്ലോറിലേക്കുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവസാന ഫ്ലോറിലെങ്ങും അങ്ങനെ ഒരു സ്റ്റെയർ കേസ് കാണുന്നില്ല. വീണ്ടും നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നാൽ അവരെല്ലാവരും കൂടെ റൗഡി കൂട്ടുകാരന്റെ വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് മൂത്ത അനുജൻ അവൻ അടുത്ത ഫ്ളാറ്റിൽ നിന്ന് കിട്ടിയ ആ ആൽബം ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിലെ റാമിനോം ആ മന്ത്രവാദി സ്ത്രീയെ കാണാൻ ഏകദേശം അമ്മയെപ്പോലില്ലേ എന്ന് അനിയച്ചാര് ചേച്ചിയോട് ചോദിക്കും. ഈ ബിൽഡിങ്ങിൽ എന്തോ കുഴപ്പമുണ്ടെന്നും അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ചേച്ചി ആ റാമിനോമിന്റെ ഫോട്ടോ കണ്ടിട്ട് അമ്മ ഒരിക്കലും ഇതുപോലെയല്ല, അവരൊരിക്കലും ഇതുപോലെ വസ്ത്രം ധരിച്ചിട്ടുമില്ല, ഇത് വേറെ ആരോ ആണെന്ന് പറയുന്നുണ്ട്. ആ ഫോട്ടോ ആൽബം കണ്ടു കഴിഞ്ഞിട്ട് ചേച്ചി അച്ഛന്റെ പെട്ടി തുറക്കാൻ ശ്രമിക്കും. കാരണം അച്ഛൻ എന്ത് ജോലിയാണ് പോലീസിൽ നിന്ന് വിട്ടുപിരിഞ്ഞതിന് ശേഷം ചെയ്യണേന്ന് കുട്ടികൾക്ക് ആർക്കും അറിയില്ല. ഈ പെട്ടിയാണെങ്കിൽ അച്ഛൻ എപ്പോഴും ഒളിച്ചു വെക്കുകയായിരുന്നു. സോ അതിനകത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവരിത്തവണ ആ പെട്ടി തുറന്നു നോക്കും. അപ്പോൾ ഒരുപാട് മനുഷ്യ വിരലുകൾ ആ പെട്ടിക്കകത്തുള്ളതുപോലെ. അത് ഡമ്മിയാണോ ഒറിജിനലാണോ എന്നറിയില്ല. റൗഡി ചെറുക്കൻ ഒരെണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കും. അവൻ കാറിക്കൊണ്ട് ആ വിരൽ അതിനകത്ത് തന്നെ ഇട്ടിട്ട് പേടിച്ച് പുറത്തേക്ക് ഓടിപ്പോവാ. അതെല്ലാം ഒറിജിനൽ മനുഷ്യ വിരലുകളായിരുന്നു. ഇവരെല്ലാവരും പേടിക്കും. പേടിച്ച് അവിടുന്ന് ചിന്നിച്ചെതറി ഓടുക. അപ്പോഴായിരിക്കും ചേച്ചി പറയുക, കുഞ്ഞനുജനെ കാണുന്നില്ല, അവനില്ലാതെ ഇവിടുന്ന് പോകരുത്, ഞാൻ അവനെയും വിളിച്ചിട്ടേ വരുള്ളൂ, ബാക്കിയുള്ളവർ പൊയ്ക്കോന്ന് പറയും. അപ്പൊ ഈ റൗഡി ചെറുക്കനും ആ മോഡൽ പെൺകുട്ടിയും അവർ ഞങ്ങൾ ആദ്യം പോകാം, നിങ്ങൾ എന്തായാലും അനുജനെ വിളിച്ചിട്ട് വരൂ, ഞങ്ങൾക്ക് ഇവിടെ ഇനിയും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരാദ്യം താഴേക്ക് ഇറങ്ങിപ്പോവും. അപ്പൊ ഇവിടെ ബാക്കിയുള്ളത് ചേച്ചിയും അനുജനും ആ വിഷ്ണു പയ്യനുമാണ്. അവരവരുടെ രണ്ടാം അനിയനെ അന്വേഷിച്ച് വീണ്ടും അപ്പാർട്ട്മെന്റിനകത്തേക്ക് പോവാം. ഈ സമയത്ത് രണ്ടാം അനിയനും കൂട്ടുകാരും ആ 14ാം ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ തപ്പി മടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഫ്ളാറ്റിനകത്തും കയറി പരിശോധിക്കാം, ചിലപ്പോൾ ഫ്ളാറ്റിനകത്തുകൂടെ അങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ടാവും എന്നും പറഞ്ഞിട്ട് ഓരോ ഫ്ളാറ്റുകളായി കയറി
കയറി പരിശോധിച്ചുകൊണ്ടിരിക്കുക. ആ നേരത്ത് ചേച്ചിയുടെ ടീം അവരനിയനെ അന്വേഷിച്ച് നേരെ ആ അനിയന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്കാണ് വരിക. അവിടുത്തെ അച്ഛനാണല്ലോ മരിച്ചത്. ഇവര് നോക്കുമ്പോൾ അമ്മയെ കാണുന്നില്ല. ആ പെൺകുട്ടി ബാത്റൂമിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഇവർ ആ പെൺകുട്ടിയുടെ പേരും വിളിച്ച് ബാത്റൂമിനകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ആ പെൺകുട്ടിയെ കാണുന്നില്ല. ഇവരെ പേടിക്കും. അകത്തെ മുറിയിൽ നിന്നും വീണ്ടും ശബ്ദം കേൾക്കുന്നു. ആരോ പാട്ട് പാടുന്ന ശബ്ദം. ഇവരകത്തെ മുറി തുറന്നു നോക്കവേ ആ വീട്ടിലുണ്ടായിരുന്ന കൂട്ടുകാരന്റെ അമ്മ അവർ ആത്മഹത്യ ചെയ്ത നിലയിൽ തൂങ്ങിക്കിടക്കാണ്. ഇവരതും കണ്ട് പേടിച്ച് അനിയന്റെ പേരും വിളിച്ച് ആ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി മുകളിലേക്ക് പോവാ. അപ്പോഴായിരിക്കും രണ്ടാം മനുഷ്യൻ ബോണ്ടി അവൻ ആ 13ാം ഫ്ലോറിലെ ഏതോ ഒരു ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അവിടെ ചെയറിൽ ഒരു പയ്യനിരിക്കുന്ന കാണാം. ഈ പയ്യനെ കണ്ട് പ്രേതത്തെ കണ്ടതുപോലെ ഞെട്ടി വിറച്ച് അവൻ ഓടുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഈ ഓടിപ്പോകുന്ന അനുജൻ ചേച്ചിയെയും ചേട്ടനെയും കാണും. അവനൊന്നും മിണ്ടാതെ വിരൽ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഈ ചേച്ചിയും ചേട്ടനും അനിയൻ പേടിച്ച് അതേപോലെ ഈ കുഞ്ഞു പയ്യന്റെ രൂപം കണ്ട് പേടിക്കുന്നുണ്ട്. ഈ സമയത്ത് മരിച്ചു കിടക്കുന്ന എല്ലാ ജഡങ്ങളും മെല്ലെ എഴുന്നേറ്റ് വരുന്നുണ്ട്. അവരെങ്ങോട്ടാ പോണേന്നറിയില്ല. അപ്പൊ നമ്മുടെ സുന്ദരിയും റൗഡി കൂട്ടുകാരനുമല്ലേ, അവര് രണ്ടുപേരും കൂടെ സ്റ്റെയർ കേസ് വഴി താഴത്തെ ഫ്ലോറിലേക്ക് എത്തി. എന്നാൽ അവിടെ മൊത്തം വെള്ളമായതുകൊണ്ട് ഇവർക്ക് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ആ വെള്ളത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്നും ഇവർക്ക് മനസ്സിലായി. ഈ സമയത്താണ് ഹീറോയിനും മൂത്ത അനുജനും തമ്മിൽ സംസാരിക്കുന്നത്. അവര് കണ്ടത് മറ്റാരെയുമല്ല, ഇവരുടെ കുഞ്ഞനുജനെയാണ്. കാണാതെ പോയ ആ കുഞ്ഞനുജനെ. അവൻ മനുഷ്യനാണോ സാത്താനാണോന്ന് പോലും ഇവർക്കറിയില്ല. പേടിച്ചിരിക്കുക. ആ നേരത്ത് നമ്മുടെ വിഷ്ണു ചെറുക്കൻ ഈ പയ്യനോട് സംസാരിക്കും. കുഞ്ഞനുജനോട്, നീ ആരാ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന്. അവൻ പറയും, ഞാൻ അവരുടെ അനുജനാ, ഇവിടെ എങ്ങനെയാണ് എത്തിയതെന്ന് എനിക്കറിയില്ലെന്ന്. ആംഗ്യ ഭാഷയിലാണ് ആ പയ്യൻ സംസാരിക്കുക. അത് കഴിഞ്ഞ് ചേച്ചിയും അകത്തേക്ക് കയറി വന്നിട്ട് ഈ കുഞ്ഞനുജനോട് സംസാരിക്കുന്നുണ്ട്. നിനക്ക് ഞങ്ങൾ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കും. അവൻ പറയും, എനിക്കറിയാം, നിങ്ങളെല്ലാം എന്റെ കൂടെ പിറന്നവരാ. നീ എന്തിനാണ് ഞങ്ങളെ വിട്ടിട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ്, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ ഉറങ്ങുമായിരുന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് എത്തി, പിന്നെ ഇങ്ങോട്ടും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇതും പറഞ്ഞിട്ട് അവൻ കരയാ, എന്നെ കൊണ്ടുപോ ചേച്ചി, എന്നെ കൂടെ കൊണ്ടുപോ ചേച്ചി എന്ന്. ബാക്കിയുള്ളവർ പേടിക്കുന്നുണ്ടെങ്കിലും ചേച്ചി അനുജനെ കൂടെ കൂട്ടാൻ തീരുമാനിക്കും. അവന്റെ കൈയെ പിടിച്ച് വലിച്ചിട്ട് ഇവരവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരിക. ആ നേരത്ത് റൗഡി ചെറുക്കനും മോഡൽ പെൺകുട്ടിയും അവരെങ്ങനെയെങ്കിലും ഈ വെള്ളത്തെ കടന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ റൗഡി ചെറുക്കൻ കാണിക്കുന്ന സർക്കസിനോട് അവൾക്ക് വലിയ വിശ്വാസമില്ല. നീ എന്നെങ്കിലും കാണിക്കേ, എന്തായാലും ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞടക്കും. അവൾ ആദ്യമേ പോയി. ഇവനും മനസ്സിലായി വെള്ളത്തെ ഇറങ്ങാതെ പോകാൻ പറ്റില്ലെന്ന്. സോ ഞാനും വരുന്നെന്നും പറഞ്ഞ് ഇവൻ അവളെ പുറകെ ചെല്ലുമ്പോഴാണ് ആ പെണ്ണ് പോയി. പക്ഷെ പകരം ഒരു വെള്ളുടുപ്പിട്ട സ്ത്രീ രൂപം സ്റ്റെയർ കേസിൽ നിൽപ്പുണ്ട്. ഇവൻ മെല്ലെ അടുത്ത് ചെന്ന് തൊട്ടു നോക്കുമ്പോൾ ആ തുണിക്കകത്ത് രൂപമില്ല, വെറും തുണി മാത്രം. ആൾക്കാരെ പറ്റിക്കുന്നോടിയെന്നും പറഞ്ഞ് ഇവൻ ആ തുണിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയ. പക്ഷെ ആ തുണി വെള്ളത്തിലേക്ക് വീഴുന്നില്ല. തിരിച്ചു പറന്നു വന്ന് ഇവന്റെ തലയിലേക്ക് വീണ് ഇവനെയും വലിച്ച് ആ വെള്ളത്തിലേക്കിടും. വെള്ളത്തിൽ നിന്ന് ഷോക്ക് കേൾക്കുക മാത്രമല്ല, അവിടെയുള്ള ഒരു ആയുധം കൂടെ കുത്തി ഇവൻ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെടുക. അത് കഴിയുമ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണ് അവളേതോ ജഡം എഴുന്നേറ്റ് നടന്നു പോകുന്ന കണ്ടിട്ട് ഫ്ലോറിൽ കൂടെ നിലവിളിച്ച് ഓടുമ്പോഴാണ് ഉസ്താദ് അങ്ങോട്ട് വരുന്നത്. ഉസ്താദിനോട് ഇവള് പ്രേതത്തെ കണ്ടെന്ന് പറയുമ്പോൾ ഉസ്താദ് സെയിം ഡയലോഗ് വീണ്ടും പെണ്ണിനോട് പറയുക, അങ്ങനെ പ്രേതെന്ന് പറയാനൊന്നുമില്ല, ഉള്ളത് ദൈവം മാത്രം. അപ്പൊ ഇവള് ചോദിക്കും, എന്നാ പിന്നെ അവിടെ കാണുന്ന എന്താ, നിങ്ങൾ പോയി നോക്കിയിട്ട് സത്യപ്രസ്താവന നടത്ത്, ഞാൻ സമ്മതിക്കാന്ന് പറയും പെണ്ണ്. ഞാനിത് എപ്പോൾ പോയി നോക്കിയിട്ട് പറഞ്ഞുതരാമെന്നും പറഞ്ഞ് പോയ ഉസ്താദിനെ കാണുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞ് ഇവള് പോയി നോക്കുമ്പോണ്ട് തലയൊടിഞ്ഞ് കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ അവസ്ഥയിൽ ഉസ്താദ് നിലത്ത് നിൽക്കാൻ പറ്റാതെ പാറി നടക്കുന്ന അവസ്ഥയാണ്. ഉസ്താദിന്റെ രൂപം കണ്ട് പേടിച്ചോടിയ പെണ്ണ് ആ വേസ്റ്റ് തട്ടുന്ന തുരങ്കത്തിനകത്ത് കയറിയിരിക്കും. അപ്പൊ ഈ പ്രേതം തുരങ്കത്തിനകത്തൊന്നും വെറുതെ വിടുന്നില്ല. നേരത്തെ നമ്മുടെ ചെറുക്കൻ വലിച്ചെറിഞ്ഞ റേഡിയോ പെട്ടിയില്ലേ, അതിൽ നിന്നൊരു പാട്ട് കേൾക്കാം. ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുകളിൽ നിന്നൊരു പ്രേതരൂപം ഒരു കുഞ്ഞിനെ ഛർദ്ദിക്കുന്നത് പോലെയുള്ള വിശ്വരൂപം കാണാം. അത് കണ്ട് ഇവള് പേടിച്ച് താഴേക്ക് വീണ് കാലുമടങ്ങി നേരത്തെ മരിച്ച അവളുടെ രൂപം കണ്ടില്ലേ, അതേ അവസ്ഥയിൽ മരിച്ചു പോവാ. ഈ നേരം നമ്മുടെ ഹീറോയിൻ അനിയന്മാരെയൊക്കെ വിളിച്ചോണ്ട് അവരെ ഫ്ലോറിലേക്ക് എത്തുമ്പോഴാണ് അച്ഛൻ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത്. അച്ഛനെ കണ്ട പെണ്ണ് പേടിക്കും. നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട, ഞങ്ങൾക്ക് നിങ്ങളെ പേടിയാ, ഞങ്ങളെ എന്തെങ്കിലും ചെയ്യും. അത് കേട്ട് അച്ഛൻ പറയും, ഇതെല്ലാം ചെയ്തത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്റെ തെറ്റുകളെല്ലാം നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇതിങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുഞ്ഞനുജനെ ഇവരെ കൂടെ കാണുന്നത്. ഉടനെ അദ്ദേഹം ദേഷ്യപ്പെട്ട്, നീ ഇവിടെയും വന്നോ സാത്താനെ, ദൂരെ പോന്നും പറഞ്ഞ് കോലുകൊണ്ട് ആ കുഞ്ഞു പയ്യനെ തല്ലാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ചുറ്റും ഇരുട്ടായി. ഇവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ചുറ്റും കുറെ പ്രേതരൂപങ്ങൾ കാണാം. എല്ലാവരും പേടിച്ച് പല ഭാഗത്തേക്ക് ചെതറി ഓടുന്നു. പെട്ടെന്ന് ഹീറോയിന്റെ മണ്ടയ്ക്കൊരു അടി കിട്ടുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. പിന്നീട് പെണ്ണ് കണ്ണു തുറക്കുമ്പോൾ ഒരുപാട് പേര് വലിയൊരു അസംബ്ലി പോലെ കൂടിയിട്ടുണ്ട്. അതിൽ ഈ ജഡങ്ങളെ നയിക്കുന്നതും
അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ കുഞ്ഞനുജപ്പയ്യനാണ്. ആ കുഞ്ഞനുജൻ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, റിനി, എല്ലാം മറന്നേക്കോ, ഇത് കഴിക്ക്, നിനക്ക് പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല, സന്തോഷമായിട്ട് ജീവിക്ക്, ഇത് കഴിക്കുമെന്നും പറഞ്ഞ് ഒരു പച്ചില കൊടുക്കും. അവളത് വായിലേക്ക് വെക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതമാകെ മാറി മറിഞ്ഞ് മറ്റെവിടെയോ പണക്കാരിയായിട്ട് ജീവിക്കുന്നതാണ് കാണിക്കുന്നത്. താൻ വിചാരിച്ച ജീവിതം അവൾക്ക് കിട്ടിയിട്ടുണ്ട്. കൂടെ അനുജന്മാരില്ല. എന്നാൽ അനുജന്മാരില്ലാത്ത ഈ ജീവിതം എനിക്ക് വേണ്ട, ഇതൊരു സ്വപ്നം മാത്രമാണെന്നും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അവൾ ആ പച്ചില തുപ്പിക്കളയുന്നു. അപ്പോഴായിരിക്കും അച്ഛനെ 2 കുതിരകളിൽ കെട്ടിയിട്ട് ഈ സാത്താൻ മന്ത്രവാദികൾ അച്ഛനെ 4 തുണ്ടായി പൊട്ടിച്ച് ബലി കൊടുക്കുന്നവള് കാണുക. അടുത്തത് മൂത്ത അനുജനാണ്. അവനെയും ഇതുപോലെ കെട്ടിവെച്ച് കുതിരകളെ കൊണ്ട് വലിച്ച് തുണ്ടാക്കാനുള്ള പരിപാടിയാണ്. എല്ലാവരും കിടന്ന് കാറി കരയുമ്പോൾ പെട്ടെന്ന് തോക്കും പൊട്ടിച്ച് നമ്മുടെ റിപ്പോർട്ടർ അകത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഈ പ്രേതങ്ങളെല്ലാം റിപ്പോർട്ടർ ആക്രമിക്കാൻ ചെല്ലും. അപ്പൊ റിപ്പോർട്ടർ കയ്യിലുണ്ടായിരുന്ന ആ വിത്തുമണികൾ അതെല്ലാം പ്രേതങ്ങളുടെ നേർക്ക് വലിച്ചെറിയുന്നു. പ്രേതങ്ങളെല്ലാം പേടിച്ച് പിറകോട്ട് മാറും. പിന്നെ ആ പെരുത്ത സ്ത്രീ പ്രേതം, അതിനെ ഓടിക്കാനാണ് ആ മരക്കമ്പ് ഉപയോഗിക്കുന്നത്. റിപ്പോർട്ടർ മരക്കമ്പ് തുറക്കവേ ഈ റാമിനോം പ്രേതം ഭിത്തിയിലേക്ക് പോയി പറ്റിപ്പിടിച്ചിരിക്കും. എന്നാൽ ഈ സമയത്തും ആ കുഞ്ഞു ചെറുക്കൻ ജഡങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചേച്ചി ഒരു കമ്പെടുത്ത് കുഞ്ഞുവൈൻ്റെ മണ്ടയ്ക്കടിച്ച് അവനെ ബോധം കെടുത്തും. അത് കഴിഞ്ഞ് എല്ലാവരും ആ ഫ്ലോറിൽ നിന്ന് താഴത്തേക്ക് ഓടി വരാം. നമ്മുടെ റിപ്പോർട്ടർ ഇവരെല്ലാം പിടിച്ച് രക്ഷപ്പെടുത്തി വിളിച്ചുകൊണ്ട് വന്ന് അങ്ങേരുടെ ബോട്ടിനകത്ത് കയറ്റും. വെള്ളത്തിൽ തൊടാതെ ബോട്ടിലേക്ക് കയറിയിരിക്കാൻ പറയും. അങ്ങനെ കുറച്ചു പേരെയെങ്കിലും റിപ്പോർട്ടർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പോകുന്ന വഴിയാണ് റിപ്പോർട്ടർ പഴയ ഒരുപാട് സത്യങ്ങൾ കുട്ടികളെ അറിയിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറായിരുന്നു. 1955 റാമിനോം കൾട്ടിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞ അതേ സമയത്താണ് നിങ്ങളുടെ അച്ഛനും ആ മന്ത്രവാദത്തെപ്പറ്റി അറിയുന്നത്. ആ കൾട്ടിലേക്ക് നിങ്ങളുടെ അമ്മയെ അച്ഛൻ കൊണ്ടുപോയി ചേർത്തി. കാരണം അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഈ കൾട്ട് മുഖാന്തരം കുട്ടികൾ ഉണ്ടാവാനാണ് അവർ ശ്രമിച്ചത്. അവരുടെ ആഗ്രഹം സഫലമായി. അവർക്ക് 4 കുട്ടികൾ ജനിച്ചു. എന്നാൽ അതിലെ 4ാമത്തെ കുഞ്ഞ് സാത്താൻ കുഞ്ഞായിരുന്നു. ആ കുഞ്ഞനുജനെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. കൾട്ടിലേക്ക് പൂർണ്ണമായും അമ്മയെ വിട്ടുകൊടുക്കണമെന്ന് സാത്താൻ ചോദിച്ചപ്പോൾ അച്ഛൻ ആ ഡീല് ബ്രേക്ക് ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളുടെ അമ്മ മരണപ്പെട്ടത്. അടുത്തത് നിങ്ങൾ കുട്ടികളെയും കൊല്ലുമെന്ന് സാത്താൻ ഭീഷണിപ്പെടുത്തി. അതിന് പരിഹാരമായിട്ട് കുഞ്ഞനുജനെ സാത്താന് സമർപ്പിക്കുകയും അവർക്ക് അനുയായികളെ കൂട്ടാൻ വേണ്ടി ഒരുപാട് പേരെ കൊല ചെയ്യുകയും ചെയ്യണം. കാരണം ജഡങ്ങളാണ് ഈ റാമിനോമിന്റെ അനുയായികൾ. സോ കുട്ടികളെ രക്ഷപ്പെടുത്തണമെങ്കിൽ സാത്താന് വേണ്ടി അച്ഛൻ കൊലപാതകം ചെയ്യണം. അതുകൊണ്ടാണ് അച്ഛൻ ഒരുപാട് പേരെ കൊന്നൊടുക്കിയത്. അവരെല്ലാം ക്രിമിനൽസുകളായിരുന്നു എന്ന് മാത്രം. ഇത് നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. വേറെയും ഒരുപാട് കുടുംബത്തിന് ഇതുപോലെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയ പാപങ്ങളല്ല അടങ്ങിയിട്ടുള്ളത്, വലിയ വലിയ നരകപാപങ്ങളാണ്. അതിനെക്കുറിച്ച് പൂർണ്ണമായും നിങ്ങൾക്കറിയില്ല. ഇനിയെല്ലാം അറിയേണ്ടതുണ്ട് എന്നും പറഞ്ഞ് പത്രക്കാരൻ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് പോകുന്ന സ്ഥലത്ത് വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ത്രില്ലർ സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, it's bye from Uru. കഥ സുലഡമസ്.